അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സങ്കടം തോന്നുന്നു. കരലലിയിപ്പിക്കുന്ന ഓരോ വാർത്തകളും ഓരോ വീഡിയോസുമാണ് കുവൈത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ നാടും വീടും ഉപേക്ഷിച്ചിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് രാവും പകലുമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവും പകലുമില്ലാതെ ജോലി ചെയ്തിട്ട് അവരൊന്ന് വിശ്രമിക്കാൻ വേണ്ടി, അല്പനേരം ഉറങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ ഭവനങ്ങളിലേക്ക്, അവർ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് വന്ന് ആ ഉറങ്ങുന്നതിനിടയിൽ ഇത്രയും മാരകമായ രീതിയിൽ അവിടെ തീ പടരുന്നതോ കത്തിപ്പിടിക്കുന്നതോ പുക കൂടുന്നതൊന്നും അറിയാതെയാണ് പല സുഹൃത്തുക്കളും പല സഹോദരങ്ങളും മരണത്തിലേക്ക് പോയിരിക്കുന്നത്. നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് സമയം പോലും പ്രതീക്ഷിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സഹോദരങ്ങൾ, താൻ ഒരുക്കി വെച്ച വീട്ടിലേക്ക് ഒന്ന് കയറി ഇരുന്നു കൊണ്ട് തൻ്റെ മക്കളും മാതാപിതാക്കളും ഒന്നിച്ച് ഒന്ന് സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി കുറച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച സുഹൃത്തുക്കളുണ്ട്. തൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരുണ്ട്. വളരെ സങ്കടം തോന്നുന്ന, കരലലിയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ കണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവര് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട്. ഈ അപകടത്തിൽപ്പെട്ടവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരുടെയും ജീവനും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ ഇത്രയും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒഴിവാക്കാൻ എന്തൊക്കെ സൂക്ഷ്മത നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ശരിയായിട്ടുള്ളൊരു വിവരം വന്നിട്ടില്ല, എങ്ങനെയാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത്. എന്താണെങ്കിലും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ കഴിയൂ. ഓരോ കുടുംബത്തിനും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചിതമായിട്ട് ആയുസ്സോടുകൂടി തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പം രാവിലെ മുതലേ ഇവിടെ ഉണ്ടായിരുന്ന കുവൈത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ, അതുപോലെ കുവൈത്ത് KMCC മുൻ പ്രസിഡന്റുമായ ഷറഫുദ്ദീൻ കണ്ണത്തിന്റെ കൂടെയാണുള്ളത്. അപ്പൊ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കാരണം ഇവിടെയുള്ള വിവരങ്ങൾ എല്ലാം മൂപ്പര് രാവിലെ മുതലേ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കൂടെ എല്ലാത്തിലും ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നമ്മുടെ ഷാഫി ഉണ്ട്, അതുപോലെ ഇക്ബാൽ സാഹിബ്, എല്ലാവരും ഉണ്ട്. ഞാനൊന്ന് ഇവരോട് ചോദിക്കാം. ഷറഫുക, ഇപ്പൊ എത്ര ആളാണ് മരണപ്പെട്ടത്? ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റിന്റെ അറിവനുസരിച്ച് നമുക്ക് 49 പേരാണ് ഇപ്പൊ മരണപ്പെട്ടത് സ്വീകരിച്ചിട്ടുള്ളത്. ഏകദേശം 10-60ഓളം പേര് ഹോസ്പിറ്റലുണ്ട്. ചില ആളുകൾ പാനിക്കായിട്ട് ചാടിയതാണ് വലിയ അപകടത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡ്നിക്ക് വരെ ഹീറ്റ് തട്ടി, ചൂട് തട്ടിയിട്ട് ഉള്ളിൽ ആഘാതമേറ്റവർ ഹോസ്പിറ്റലുണ്ട്. പിന്നെ 8-10 പേരുടെ നില സംതൃപ്തിയാണ്. വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്.